മെഡിസിൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ അതിന്റെ മേലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ എങ്ങനെയാണ് ഇങ്ങനത്തെ സംസാരം എല്ലാവരും അത് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നതാണ്. ഈ നീറ്റ് PG കിട്ടാൻ ബുദ്ധി വേണം തോന്നിയിട്ടുണ്ടോ? ശരിക്കും ഇല്ല. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവും. നമ്മൾ UGക്ക് അത്ര സീരിയസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. എൻ്റെ ബാച്ച്മേറ്റ് ഹൗസൻസിന്റെ കൂടെ NECT ചെയ്തപ്പോൾ ഞങ്ങൾ എല്ലാവരും കളിയാക്കിയിരുന്നു. എനിക്ക് അത്രക്കില്ലായിരുന്നു. ഒരു ഓൺലൈൻ ക്ലാസ് കേട്ടിട്ട് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അന്നത്തെ അവസ്ഥയിൽ ഇത്ര ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ പറയുന്ന അവസ്ഥയിൽ ഞാനിപ്പോൾ എത്തിയത് ഇപ്പോഴാണ്. എല്ലാവർക്കും വേണ്ട ഒരു ഇഷ്യൂ എപ്പോഴും തോന്നി വാലിഡേഷൻ ഇഷ്യൂ ആണ്. അതെ, അതായത് ഫസ്റ്റ് നമുക്ക് ഈ കണ്ടന്റ് വാലിഡ് ആണോ എന്നുള്ളത് എപ്പോഴും വേണം. അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ല എന്നല്ല, പക്ഷെ ഒരു ആവറേജ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ മൊത്തത്തിൽ അത്യാവശ്യം കൺസിസ്റ്റന്റ് ആയി നിന്നിട്ടുണ്ട്. ആ ഒരെണ്ണം മിസ് ചെയ്തു, അത് തന്നെ എനിക്ക് ഭയങ്കര കുറ്റബോധമായി. പിന്നെ ഞാൻ തീരുമാനിച്ചു ഇനി ഇല്ല, അവരവരുടെ ആ റേഞ്ചിൽ നിന്ന് അത് മുന്നോട്ടേക്കുള്ള പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് എനിക്ക് എക്സാക്ട്ലി അതാണ് പോയിന്റ്. ഹായ് ഓൾ, മെയ് NECTലെ റാങ്ക് 60 വാങ്ങിച്ച ഡോക്ടർ അഭിഷേകാണ് നമ്മുടെ കൂടെയുള്ളത്. സോ അഭിഷേക് എങ്ങനെയാണ് ആ റാങ്കിലേക്ക് എത്തിയെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇന്റർവ്യൂടെ കാണാം. ഹായ് ഗൈസ്, എൻ്റെ പേര് അഭിഷേക് ദിനേശ്. ഞാനിവിടെ ഭാട്ടിയ കാലിക്കറ്റ് ഫേസ് ടു ഫേസ് സ്റ്റുഡൻ്റ് ആണ്. ഐ ഡിഡ് മൈ UG ഫ്രം SUT മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ആൻഡ് ഐ എം കമ്മിങ് ഫ്രം കാസർഗോഡ്. അപ്പം ഞാൻ കഴിഞ്ഞ മെയ് NECTയിൽ റാങ്ക് 60 സ്കോർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഹാപ്പിനെസ്സിലാണ്. സോ എന്താണ് ആ റാങ്ക് റിസൾട്ട് വന്ന ദിവസം എന്താ തോന്നിയത്? റിസൾട്ട് വന്ന ദിവസം ഭയങ്കര സന്തോഷം, അല്ലാണ്ട് പിന്നെ എന്താ തോന്നാനാണ്. ഞാൻ ആക്ച്വലി റീഡിംഗ് റൂമിലായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് ഞാൻ 2-3 ദിവസം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്ത്. എനിക്ക് അത്യാവശ്യം മോശമില്ലാത്തൊരു എക്സാം ആയിരുന്നു എനിക്ക്. പക്ഷെ എന്നാലും എനിക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും എന്റെ പ്രൈമറി എയിം നീറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു. അപ്പൊ ഞാൻ റീഡിംഗ് റൂമിൽ തിരിച്ചു വന്ന് വായിക്കാൻ തുടങ്ങി. എക്സാം ടഫ് ആയതിന്റെ ഒരു ഫീൽ ഒക്കെ ഉണ്ടായിരുന്നു. നവംബറിനെക്കാളും ടഫ് ആയിരുന്നു. എനിക്ക് കറക്റ്റ് വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്നൊരു കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ റാങ്ക് ഇത്ര മാറും ഞാൻ വിചാരിച്ചു. നവംബറിൽ എത്ര ഉണ്ടായിരുന്നു? നവംബറിൽ എനിക്ക് 700 ഉണ്ടായിരുന്നു. 700 റാങ്ക് 149 കറക്റ്റ്. അപ്പൊ 155. അപ്പൊ എനിക്ക് ഒരു ചെറിയൊരു, നമ്മൾ കണക്കൂട്ടുമ്പോൾ കറക്റ്റ് 155 വരില്ലല്ലോ, ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അപ്പൊ എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒന്നുകൂടി പഠിക്കാനുള്ള നീറ്റിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു 60 കിട്ടിയ സമയത്ത് ഏതായാലും കയറാൻ തന്നെ തീരുമാനിച്ചു. ഡിജിറ്റ് റാങ്ക് ആണ് ഇഷ്ടപ്പെട്ട സ്പെഷ്യാലിറ്റി ഏതാണ്? മെഡിസിൻ ആണ് ഇഷ്ടപ്പെട്ട സ്പെഷ്യാലിറ്റി. മെഡിസിൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ അതിന്റെ മേലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ എങ്ങനെയാണ്? ശരിക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ്. മെഡിസിൻ ഒരു വഴിയായിട്ട് സ്പെഷ്യാലിറ്റിയിലേക്ക് പോകാന്നുള്ള രീതിയിൽ തന്നെയാണ്. ഓക്കെ, ഞാൻ പറയുമ്പോൾ പഠിച്ചത് SUTയിലാണ്, ഒരു ഗവൺമെന്റ് കോളേജ് അല്ല. കുറെ പേർക്ക് ഒരു സ്റ്റിഗ്മ ഉള്ളതാണ് ഗവൺമെന്റ് കോളേജിലുള്ള ആളുകൾ, പ്രൈവറ്റ് കോളേജിലുള്ള ആളുകൾ. നിങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടില്ല. വൺ ഓഫ് ദ ടോപ്പർ തന്നെ കാലിക്കറ്റിലായി. അപ്പം എന്താണ് ആൾക്കാർ അതിനെ കാണുന്നതിൽ വ്യത്യാസം? ആക്ച്വലി അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അത് സംഭവം എനിക്ക് നല്ല ഫോം ഉണ്ടായിരുന്നു. ഒന്നാമത് ഗവൺമെന്റ് കോളേജിലുള്ളവര് ഓൾറെഡി നന്നായി പഠിച്ച് അങ്ങനത്തെ രീതിയിൽ വന്നു. നമുക്ക് ആ സമയത്ത് അത്ര നന്നായി പഠിക്കാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് ഓൾറെഡി കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മളെല്ലാരും സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഒരു സംസാരം എല്ലാവരും അത് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നതാണ്. ഈ നീറ്റ് PG കിട്ടാൻ ബുദ്ധി വേണം തോന്നിയിട്ടുണ്ടോ? ശരിക്കും ഇല്ല. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവും. നമ്മൾ UGക്ക് അത്ര സീരിയസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. സീരിയസ് ആയിട്ട് പഠിച്ചിട്ടില്ല എന്നല്ല, ആ പരീക്ഷ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സീരിയസ്നെസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ആ സമയത്ത് പറ്റുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്തു. അപ്പൊ ഇത് കിട്ടിയപ്പോ അങ്ങ് എടുത്തു. അല്ലാണ്ട് വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. കാരണം പ്രൈമറി എയിം എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് തന്നെയാണ് ഞാൻ അന്നേ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ MBBS പഠിക്കുന്ന സമയത്ത് ആ ഒരു എയിമിൽ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നോ, അല്ലെ MBBS സമയത്ത് ഓക്കെ ആയിട്ട് കൊണ്ടുപോയതാണ്? അല്ല, MBBS സമയത്ത് ഞാൻ പറ്റുന്ന പോലെയൊക്കെ സീരിയസ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. വൺ ഓഫ് ദ ബാച്ച് ടോപ്പർ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു. അത്യാവശ്യം നന്നായി പഠിച്ചിരുന്നു. മറ്റേ ടീച്ചേഴ്സിന്റെ ഒക്കെ കണ്ണിലുണ്ണി ആയിരുന്നു. അങ്ങനെ കണ്ടോ? അത്രയൊന്നുമില്ല, ചെറിയൊരു ഉണ്ണി. അങ്ങനെ പറ്റുന്ന പോലെ എല്ലാത്തിലും ഉണ്ട്. പഠിത്തത്തിലുണ്ടായിരുന്നു. പെർസെന്റേജ് പറയുകയാണെങ്കിൽ ഫൈനൽ ഇയറിലൊക്കെ ഫൈനൽ ഇയർ ബാച്ച് സെക്കൻഡ് ടോപ്പർ ആയിരുന്നു. എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു? ഓക്കെ. സോ 19 ബാച്ചാണ്. ഞാനത് സർപ്രൈസിലി കണ്ടത് 19 ബാച്ചാണ്. ആദ്യത്തെ NECT എഴുതിയപ്പം തന്നെ ബിലോ 1000 വന്നിട്ടുണ്ട്. ആദ്യത്തെ NECT അല്ലേ? ഫസ്റ്റ് NECT ഞാൻ ഹൗസ് സർജൻസി കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി അന്ന് മുതൽ എയിം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത അല്ലേ? ഇത് പ്രത്യേകം നോട്ട് ചെയ്താണ് നമ്മുടെ ഹൗസ് ഫസ്റ്റ് NECT ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് നവംബറിൽ. പക്ഷെ അതല്ല, അതിന് മുന്നേ ഒന്ന് എഴുതി. ഇപ്പൊ തേർഡ് NECT ആണ്. ഇത് തേർഡ് NECT ആണ്. ആക്ച്വലി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കൺസിസ്റ്റന്റ് ആയ ഒരു കാര്യത്തിന് പിന്നാലെ കുറച്ച് ലോങ് ടേം എയിമോട് കൂടി പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. എനിക്ക് സെയിം എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ബാച്ച്മേറ്റ് ഹൗസൻസിന്റെ കൂടെ NECT ചെയ്തപ്പോൾ ഞങ്ങൾ എല്ലാവരും കളിയാക്കിയിരുന്നു. നിങ്ങൾ അങ്ങനെയൊക്കെ പോയല്ലേ എന്നൊക്കെ. കിട്ടൂല എന്ന് പറയുമ്പോൾ അറിയാം, പക്ഷെ അപ്പം കിട്ടിയിട്ടില്ല. പിന്നെ രണ്ടാമത് എഴുതുമ്പോൾ അവരും കിട്ടിയിട്ടുണ്ട്. ബാച്ചിൽ നിന്ന് 3 പേര് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതില് ഒന്ന് ഞാന്, ഒന്നെന്റെ ഹോസ്റ്റലിലുള്ള ഒരു റൂംമേറ്റ്, പിന്നെ വേറെടുത്ത്. നമ്മൾ 3 പേര് 4 പേര് എഴുതിയിട്ടുള്ളൂ. അപ്പൊ ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് എന്തോ ഒന്ന് നോക്കണം എന്നുണ്ടായിരുന്നു. കാരണം എന്തായാലും നമ്മളിത് എഴുതിയിട്ട് കയറാൻ. ഫസ്റ്റ് NECT 1250.
ഫസ്റ്റ് 1200 അന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് അല്ല വെറുതെ പോയി എഴുതിയൊന്നല്ല, പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം നോക്കിയിട്ടുണ്ട്. MCQ സോൾവ് ചെയ്യാറുണ്ട്. അത്രയ്ക്ക് നമുക്ക് അറിയില്ല എങ്ങനെയാ പഠിക്കേണ്ടതെന്ന്. അപ്പൊ മാരോ ഉണ്ട് അതിന് കയ്യില്. അപ്പൊ നമ്മൾ കുറച്ച് വീഡിയോ എല്ലാം നോക്കും, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇങ്ങനെ കസ്റ്റം മോഡുമായിട്ടാണ് ചെയ്യേണ്ടത്, GT ഒക്കെ ചെയ്ത് നോക്കണം, അങ്ങനെ പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. യൂട്യൂബിലൊക്കെ കാണുമല്ലോ എങ്ങനെ പഠിക്കേണ്ടത്, അങ്ങനത്തെ ഒരു ഐഡിയയിൽ കുറച്ച് നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് കോച്ചിങ് വീട് എവിടെ വരുന്നത്? വീട് കാസർഗോഡ്. ഇങ്ങനെ കോച്ചിങ് കാലിക്കറ്റ് എത്തി? എങ്ങനെ? ഫ്രണ്ട്സ് വഴി അറിഞ്ഞു, സീനിയേഴ്സ് വഴി പറഞ്ഞു, പിന്നെ ഞാൻ എന്റേതായ രീതിയിൽ കുറച്ച് ഇങ്ങനെ റിസർച്ച് ചെയ്ത് നോക്കി. അപ്പം ഇവിടെ നല്ല റിസൾട്ട് ഉണ്ട്, ഞാൻ അതൊക്കെ നോക്കിയപ്പോ തീരുമാനിച്ചു. പിന്നെ വീട്ടിനടുത്താണ്, തിരുവനന്തപുരം കുറെ കാലം പഠിച്ചു, ഇനി കുറച്ച് വീട്ടിനടുത്ത് കുറച്ച് കാലം നിൽക്കണമെന്നുണ്ടായിരുന്നു. കാസർഗോഡ് അടുത്താണ്? അത്രയ്ക്കൊന്നുമില്ല, 4 മണിക്കൂർ അടുത്താണ്. 12 മണിക്കൂറിനേക്കാളും അടുത്താണ്. ഓക്കെ. അപ്പോ എവിടെ എങ്ങനെ നിന്ന് ഹോസ്റ്റലിൽ നിന്നാണോ? ഇവിടെ ഹോസ്റ്റലിൽ തന്നെയാണ് നിന്നത്. ബാച്ച്മേറ്റ്സ് ഉണ്ടാ? ഫ്രണ്ട്സ് ബാച്ച്മേറ്റ്സ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല, ഇവിടെ ക്ലാസ്സിലുണ്ടായിരുന്നു. ഇവിടെ വന്ന് പുതിയ ഫ്രണ്ട്സ് ആയി. ഓക്കെ. എപ്പം മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫേസ് ടു ഫേസ് ബാച്ച് ആയിരുന്നു? ഫേസ് ടു ഫേസ് ബാച്ച് ആയിരുന്നു. സെപ്റ്റംബറിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ലൈവും ഫേസ് ടു ഫേസിലും ഇപ്പോൾ നിങ്ങൾ അടുത്ത റാങ്കിൽ തന്നെ 70 സംതിങ് വാങ്ങിച്ച ലൈവ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങൾക്കും അതിന് ഡിഫറൻസ് ആയി ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ലൈവ് ബാച്ച് ആണെങ്കിൽ ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആണെങ്കിൽ ഇങ്ങനെ ആയിരുന്നു തോന്നാൻ ആർക്ക് ഏത് സജസ്റ്റ് ചെയ്യാം? എനിക്ക് എൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്ക് ഫേസ് ടു ഫേസ് ഭയങ്കര നല്ലതായിട്ടാണ് തോന്നിയത്. കാരണം എനിക്ക് ഒരു പ്രോപ്പർ ഷെഡ്യൂളൊക്കെ ഇട്ട് ഒരു എൻവയറമെന്റ് അങ്ങനത്തെ രീതിയിൽ ഒരു ചുറ്റുപാടും എല്ലാം ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനെ നോക്കിയപ്പം ഫേസ് ടു ഫേസ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് നല്ല വിൽ പവറും നല്ലൊരു ഇതും ഉണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്കില്ലായിരുന്നു. ഒരു ഓൺലൈൻ ക്ലാസ് കേട്ടിട്ട് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഫേസ് ടു ഫേസ് ആകുമ്പോൾ ആ ഒരു അതിനിടയ്ക്ക് എണീറ്റ് പോകാനൊന്നും പറ്റാതെ നമ്മൾ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ പിടിച്ചിരിക്കുന്നുള്ളത് ഒരു ഫാക്ടർ തന്നെയാണ്. ക്ലാസ് ഒക്കെ മിസ്സായി പോകുന്ന ചലഞ്ച് ഒക്കെ ഉണ്ടാവില്ലേ അതില് ഫേസ് ടു ഫേസ് ആകുമ്പോൾ? എനിക്ക് അങ്ങനെ ഒറ്റൊരു ക്ലാസ് മാത്രമേ എനിക്ക് മിസ് ചെയ്യേണ്ടി വന്നു. ഒരു ഡേ അത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഒരു ഡേ മാത്രം മിസ് ചെയ്തു. പോകാണ്ടിരിക്കാൻ പറ്റിയില്ല. വേറെ ഒന്നും ഞാൻ മിസ് ചെയ്തിട്ടില്ല. വേറെ കുറെ ഇവന്റ്സ് മിസ് ചെയ്തിട്ടുണ്ട്. ആ ഒരെണ്ണം മാത്രം. ഈ ഇവന്റ്സ് മിസ് ചെയ്തതിന് കുറെ ചീത്ത കിട്ടില്ലേ? അതൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ പ്രൊഫഷണലുള്ള ആൾക്കാരനെ അപ്പൊ കുറച്ചെല്ലാം അണ്ടർസ്റ്റാൻഡിങ് ആണ്. ആ ഒരെണ്ണം മിസ് ചെയ്തു, അത് തന്നെ എനിക്ക് ഭയങ്കര കുറ്റബോധമായി. പിന്നെ ഞാൻ തീരുമാനിച്ചു ഇനി ഇല്ല. എനിക്ക് അന്ന് തന്നെ നല്ല പണിയായി. അത് മൊത്തം കവർ ചെയ്തെടുക്കാൻ ആ വീഡിയോ കണ്ട് എനിക്ക് ഭയങ്കര മടുപ്പുള്ള ഒരു കാര്യമാണ് ഈ ഫോണിൽ വീഡിയോ കണ്ട് ഫില്ല് ചെയ്യാന്നുള്ളത്. എനിക്ക് ആ ഒരു ലൈവ് ക്ലാസ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഒന്നുമില്ല, വേറൊരു ഇവന്റും അറ്റൻഡ് ചെയ്തിട്ടില്ല. പഠിച്ചതിന്റെ ഒരു പാറ്റേൺ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാനുള്ള കാര്യം, ഇപ്പോൾ നമ്മുടെ ഈ കണ്ടന്റ് ഉപയോഗിച്ച് തന്നെയാണോ കുറച്ച് എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സുപ്പീരിയർ റാങ്കിൽ എത്താൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് കുറേ പേർക്ക് ഉണ്ടാകും കൺഫ്യൂഷൻ. ഞാൻ സത്യം പറഞ്ഞാൽ തുടങ്ങുന്ന സമയത്ത് എല്ലാവരെയും പോലെ കുറേ പുറത്തുനിന്നുള്ള കണ്ടന്റ് നോക്കുക, ഫ്രീ കണ്ടന്റ്സ് ഒരുപാട് അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ. അതൊക്കെ അതിന്റെ പിന്നാലൊക്കെ ഞാൻ പോയിട്ടുണ്ട് തുടക്കത്തിൽ, ഇനീഷ്യൽ സ്റ്റേജസിൽ. ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളൊരു സ്റ്റാർട്ടിങ് ചെയ്ത് കുറച്ചൊന്ന് ഇങ്ങോട്ടേക്ക് ഇതിലേക്കൊന്ന് സ്ട്രീം ലൈൻ ചെയ്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത്യാവശ്യം ഇതൊരു നല്ല കണ്ടന്റ് ആണ്. ഇതല്ല, എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരു നല്ല കണ്ടന്റ് ഉണ്ട്, അവരുടേതായ ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് പോകുമ്പോൾ കുറച്ച് കൂടുതൽ കണ്ടന്റ് വായിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും ഇത് തന്നെ അത്യാവശ്യത്തിലധികം ഉണ്ട്. ഇനി പുറത്തുനിന്ന് പോകേണ്ട ആവശ്യം, നമുക്ക് താങ്ങാൻ പറ്റുന്നതിൽ അധികം. നമ്മളെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ കിട്ടിയ കണ്ടന്റിന്റെ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്? അങ്ങനെ ചോദിച്ചാൽ എല്ലാം ഒരുപാട് തവണ വായിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഒരു പേപ്പർ തന്നാലും എനിക്ക് ഫുൾ ഒന്നും കിട്ടൂല. അപ്പൊ പിന്നെ ഞാൻ എന്നാലും ഒരു കണ്ടന്റിന്റെ പെർസെന്റേജിൽ പറയുകയാണെങ്കിൽ ഒരു 70 to 80% കോൺഫിഡന്റ് ആണെന്ന് പറയാം. അതായത് ഇനിയും 20%ഓളം പഠിക്കാനുള്ള കണ്ടന്റുകൾ അവിടെ തന്നെ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഈ കണ്ടന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇത് തന്നെ ഷാർപ്പൻ ചെയ്ത് പോളിഷ് ചെയ്ത് നമുക്ക് എത്താൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. കുറച്ച് സബ്ജക്ട്സ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇത് ഇത്രേ ഉള്ളൂ, നമുക്ക് കുറച്ചുകൂടി വേണ്ടേ. കാരണം നമ്മൾ UGയിൽ പഠിക്കുന്ന ഡെപ്തിലല്ല. പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻഫർമേഷനിലല്ല കാര്യം ഇരിക്കുന്നത്, അതെങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ അങ്ങനത്തെ ഒരു രീതിയിൽ എങ്ങനെ അനലൈസ് ചെയ്യാം. പിന്നെ ഒരു പാറ്റേൺ റെക്കഗ്നിഷൻ, ഒരു MCQ സോൾവിങ് സ്കിൽ റാദർ ദാൻ എല്ലാ ഡീറ്റെയിൽസും അറിയാം. അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് അതെല്ലാം കുറച്ച് മിഡ് വേ പാറ്റേൺ റെക്കഗ്നിഷൻ എന്നുള്ള ഒന്നുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയാൻ പറ്റും? അതായത് ഇപ്പം നമുക്ക് ചില MCQs ഒക്കെ നമുക്ക് ആ ഫുൾ ഉത്തരം നമുക്ക് അറിയണം എന്നില്ല. പക്ഷെ അതിൽ 1-2 ഓപ്ഷൻസ് എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിനെപ്പറ്റി കുറച്ച് അറിയാം. അപ്പൊ 1-2 അല്ല, പിന്നത്തെ 2 അത് ചിലപ്പോൾ ലോജിക്ക് വെച്ചൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അത് നമ്മൾ ആദ്യ സ്റ്റേജിൽ അത് ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും, റാങ്ക് ഡിസൈഡർ പോലെ തോന്നും. പക്ഷെ പിന്നെ നമ്മൾ കുറെ സംഭവങ്ങൾ വായിച്ച് നമ്മൾ കുറെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഇതിന് പുറത്തുള്ള ഇൻഫർമേഷനുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും. നമ്മളത് പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും എവിടെയെങ്കിലൊക്കെ അതിന് എന്തെങ്കിലും ഒരു ഓർമ്മ ഉണ്ടാവും. പിന്നെ നമ്മൾ ആ ഒരു ഇൻസ്റ്റിങ് വെച്ച് സോൾവ് ചെയ്ത് പോകുമ്പോൾ
ഒരു 70-75% എൻ്റെ പഠിത്തം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ കുറച്ചൊക്കെ ശരിയായി തുടങ്ങുന്നുണ്ട്. ആ ഇൻസ്റ്റിങ്ക്റ്റ് ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പ്രാക്ടീസ് വരും. നമ്മൾ അതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ പാറ്റേൺ റെക്കഗ്നീഷന് നമ്മൾ പ്രധാനം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലി ബിൽഡ്. അതിനിപ്പോ ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട് യൂട്യൂബിലൊക്കെ, ഇങ്ങനെ പാറ്റേൺ സോൾവ് ചെയ്യുന്ന പാറ്റേൺ എങ്ങനെയാണ് പഠിക്കണം എന്നൊക്കെ ഉള്ളത്. അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. സിംപ്ലി കുത്തിയിരുന്ന് നോട്ടാണ് വായിച്ചാൽ മതി. ഈ നോട്ട് എന്നല്ല ഏതെങ്കിലും ഒരു ടൂള്, അതിപ്പോ നമ്മുടെ സെന്ററിലാണ് നമ്മുടെ നോട്ട്, അതിപ്പോ ഏത് ഫാക്കൽറ്റി എടുക്കുകയാണെങ്കിൽ ആ നോട്ടും നമ്മളൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ടൈം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇമ്പ്രൂവ്മെന്റ്. അതാണ് ഞാൻ ഉദ്ദേശിച്ച ആ പാറ്റേൺ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞ പോലെ തോന്നിയത്. ഒരു ഡെയിലി ബേസ് ചെയ്തൊരു ഷെഡ്യൂൾ, ഒരു സ്റ്റാർട്ടിംഗ് ടൈം, മിഡ് ഓഫ് ദ ഇയർ ടുവേർഡ്സ് എക്സാമിന്റെ സമയം, എങ്ങനെയാണെന്ന് പറയും ഡെയിലി? ഞാൻ അത്യാവശ്യം നല്ല കൺസിസ്റ്റന്റ് ആയി പോയിട്ടുണ്ട്. ഞാൻ തുടക്കം മുതൽ ഈ പരീക്ഷയുടെ അവസാനം വരെ ഏകദേശം എൻ്റെ ഷെഡ്യൂള് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും, ഫ്രഷ് ആവും, ക്ലാസ്സുള്ള ദിവസം ക്ലാസ്സിന് വരും, അല്ലാത്ത ദിവസം ഞാൻ രാവിലെ റീഡിംഗ് റൂമിൽ വരും, കുറച്ച് വായിക്കും, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെയും വായിക്കും മീൻസ് പഠിക്കും, എക്സാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കും. ഞാൻ 3 നേരം ഫുഡ് ആ റീഡിംഗ് റൂം ബേസ് ചെയ്ത് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫേസ് ടു ഫേസ് സെന്ററിൽ തന്നെ. അപ്പൊ അത് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വേണമെങ്കിൽ അവിടെ തന്നെ പോവാം. പിന്നെ എന്റെ ഹോസ്റ്റൽ അവിടെയാണ്, എല്ലാം അടുത്തടുത്താണ്. അപ്പൊ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല, എല്ലാം ഒരു ഇട്ടാവട്ടത്തിൽ എല്ലാ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ഒരു 10 മാസം ഏകദേശം ആ ഷെഡ്യൂളിൽ തന്നെ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ചില ദിവസം ഒന്നും വായിച്ചില്ലെങ്കിലും ഞാൻ അവിടെ നിൽക്കുമായിരുന്നു, ഞാൻ ആ റൂമിൽ തന്നെ ഇരിക്കുമായിരുന്നു. കാരണം അതെനിക്കൊരു ഹാബിറ്റായിട്ട് ബിൽഡ് ചെയ്യണമായിരുന്നു എനിക്ക് അവിടെ. പിന്നെ എനിക്ക് അവിടെ ഇരുന്നിരുന്ന് പിന്നെ അതൊരു നമ്മൾ പിടിച്ചിരുത്തേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ലാണ്ടായി. പിന്നെ കുറെയൊക്കെ നമ്മൾക്ക് ആവശ്യമുള്ളതാണല്ലോ ഇത്, വേറെ ചെയ്യുന്നല്ലോ. പിന്നെ എന്നാലും ഇതിനു വേണ്ടി ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? തുടക്കം മുതലേ കൺസിസ്റ്റന്റ് ആയി ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. എനിക്ക് PGയുടെ സീറ്റ് എങ്ങനെയൊക്കെ വാങ്ങിച്ചെടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ പാരന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? പാരന്റ്സ് ഇല്ല, ആരും ഡോക്ടർ ഫീൽഡിൽ പ്രത്യേകിച്ച് ആരും ഇല്ല കുടുംബത്തിന്ന്. ഫസ്റ്റ് ജനറേഷൻ MBBS തന്നെ ആ സമയത്ത്. ഇനിയിപ്പോ PGയിലേക്ക് കയറിയത് തന്നെ ഫസ്റ്റ് ജനറേഷനിൽ വരുന്നതാണ്. എന്നാലും അവരൊക്കെ ആരും തരുന്ന ഒരു പുഷോ അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ? പുഷായിട്ടൊന്നും ഇല്ല, ഫുൾ എന്റെ തീരുമാനമായിരുന്നു, മൊത്തത്തിൽ എന്റെ തീരുമാനമായിരുന്നു. ഓക്കെ, ഒരു ഹവേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ഡേ? ഹവേഴ്സ് ഞാൻ പറഞ്ഞില്ല, രാവിലെ ഒരു 6 തൊട്ട് 6 മണിക്ക് എണീക്കെങ്കിൽ ഒരു 7-8 മണിക്ക് മുന്നേ ഒക്കെ ആയിട്ട് ബ്രേക്ക് ഒന്നും നോട്ടെ. എന്നാലും ടോട്ടൽ ഹവേഴ്സ് പറയുകയാണെങ്കിൽ ഒരു 10 to 12 hours ഞാൻ അതിനായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു മിനിമം 8 to 10 hours അതിൽ തന്നെ ഫോക്കസ് ആയിട്ടുണ്ട്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുകയാണെങ്കിൽ? നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വേരിയിങ് ആയിട്ട് തുടക്കത്തിൽ ഒരു 100-200 ഒക്കെ ചെയ്ത് അവസാനത്തേക്ക് 400-500 അങ്ങനത്തെ 400-500 ക്വസ്റ്റ്യൻ പെർ ഡേ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഈ ഒരു മിഡ് ഇയറിൽ പ്രിപ്പറേഷൻ നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പം വിശ്വസിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ തുടക്കത്തിൽ 400-500 ഒന്നല്ല, ലാസ്റ്റ് ഒരു വീക്കിൽ എനിക്ക് എണ്ണാൻ തന്നെ പറ്റിയിട്ടില്ല. ഒരു GT ചെയ്യുമ്പോൾ തന്നെ 200 ആയില്ലേ. പിന്നെ GT കഴിഞ്ഞ് റിവ്യൂ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും 100 ചെയ്യും, 200 ചെയ്യും, അങ്ങനെ പോയിട്ട്. ഞാൻ ചോദിക്കുന്നത് തുടക്കത്തിലുള്ള മീറ്റിംഗിലൊക്കെ നമ്മളിപ്പോ 400-500 ക്വസ്റ്റ്യൻ ഒക്കെ പറയുമ്പോൾ അന്നൊക്കെ ഭയങ്കര നമ്പറായി തോന്നിയിട്ടുണ്ട്. പിന്നെ ചെയ്ത് എത്തുമ്പോഴാണ് അത് ഓക്കെ ആണെന്നുള്ളത്. മീറ്റിംഗിൽ 100 പറഞ്ഞതിന്റെ ടാർഗറ്റ് ഞാൻ എത്തിച്ചത് തന്നെ എനിക്കൊരു സംഭവമായിട്ട് 100 എത്തിച്ചു. പിന്നെ മനസ്സിലാക്കി കുറച്ച് ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെ നമുക്ക് ആദ്യം അത് ഒരു ഓറിയന്റേഷൻ ഇല്ലായിരുന്നു, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ആദ്യം ക്ലാസ്സിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ചൊക്കെ ചെയ്ത് തുടങ്ങി. പിന്നെ അപ്പം എത്രയാണെന്നുള്ള രീതി അങ്ങനെ മെല്ലെ ഓറിയന്റ് ചെയ്ത് വന്ന് പിന്നെ അത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോയി. സോഷ്യൽ മീഡിയ പ്രഷർ അല്ലെങ്കിൽ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, IPL, ഫുട്ബോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുന്ന ആളാണോ? അതൊക്കെ എങ്ങനെ ഉണ്ട്? എല്ലാം നോക്കലുണ്ടായിരുന്നു. പക്ഷെ ഇനീഷ്യലി ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ ഇല്ലാണ്ടാക്കിയില്ല. ഒരു കൺട്രോൾ വെച്ച് നമ്മുടെ ഫോണിൽ തന്നെ ആപ്സ് ഉണ്ടല്ലോ ഇത് കൺട്രോൾ ചെയ്യാനുള്ള. അപ്പൊ ഇനീഷ്യലി കുറച്ച് കൺട്രോൾ ചെയ്ത് പിന്നത്തെ ഒരു ഫസ്റ്റ് മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത്. എനിക്ക് അങ്ങനെ ഒരു ആദ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം അത് നോക്കാണ്ടിരുന്ന എനിക്ക് തോന്നുന്നില്ല അതിലേക്ക് അങ്ങ് പോകാനുള്ള ഒരു ഇത് ഉണ്ടാവാൻ. പക്ഷെ എന്നാലും ഇങ്ങനെ പഠിച്ച് മടുക്കുമ്പോൾ മൂഡ് പോകുമ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. ലൈവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യും, ഫോണിലല്ലാണ്ടുള്ള. അല്ലെങ്കിൽ പോയി കഴിക്കുക, ഫ്രണ്ട്സിന്റെ കൂടെ എവിടെയും പോയി കഴിക്കുക. പിന്നെ ഫോണിലല്ലാണ്ട് തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കാണുക. അത്യാവശ്യം സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. സ്ക്രീൻ ഡിപ്പെൻഡൻസ് നമ്മുടെ കയ്യിൽ ഈസിലി അവൈലബിൾ ആയ സ്ക്രീൻ ഡിപ്പെൻഡൻസ് മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഫോൺ അതായത് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് ലൈവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ പോകും. ഇൻവേരിയബിളി ഒരുവിധം നല്ല റാങ്ക് വാങ്ങിച്ച ആളുകൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഡിറ്റാച്ച്മെന്റ് നമ്മളെ കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിങ്നെസ് ഉണ്ടാക്കിയിട്ട്. നമ്മുടെ സെൻട്രൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. എന്താണ് അവരുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു? സെൻട്രലിലെ ക്ലാസിന്റെ സമയത്തുള്ള എക്സാംസ് ഒക്കെ മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം വെച്ചാൽ ഏകദേശം എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്.
വായിച്ചിട്ടില്ലെങ്കിലും ബ്രേക്ക് ടൈമിലേക്ക് ഇരുന്ന് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഏകദേശം ഷെഡ്യൂൾ അനുസരിച്ച് പോയിട്ടുണ്ട്. എക്സെപ്റ്റ് 1-2 പ്രാവശ്യം വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോവോ, അങ്ങനെ 1-2 പ്രാവശ്യം ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്തു, അങ്ങനെ ഒരു മിസ്സിംഗ് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. ഞാൻ അത്യാവശ്യം എല്ലാം കൺസിസ്റ്റന്റ് ആയി നിന്നിട്ടുണ്ട്. അതെനിക്ക് നല്ല ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, എങ്ങനെ സ്കോറിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സെൻട്രൽ എക്സാമിന്റെ? സ്കോറിങ് അത്യാവശ്യം ഒരു ടോപ്പ് റേഞ്ചിലൊക്കെ വരുമായിരുന്നു. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ടോപ്പ് 5-ൽ ടോപ്പ് 1-ൽ ഒരു തവണ എത്തിയിട്ടുള്ളൂ. ഒറ്റൊരു തവണ. അല്ല, ആ ഒരു കാര്യം തന്നെ എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, ഈ ടോപ്പ് 1-ൽ എത്തുക എന്നുള്ളതല്ല മോർ ഇമ്പോർട്ടന്റ്, കൺസിസ്റ്റന്റ് ആയി എക്സാം എഴുതി എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിലും നമ്മൾ പ്രിപ്പയർഡ് അല്ലെങ്കിലും ആ എക്സാം നമ്മൾ എഴുതി പോവാന്നുള്ളതാണ് മോർ ഇമ്പോർട്ടന്റ്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അന്നത്തെ അവസ്ഥയിൽ ഇത്ര ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ പറയുന്ന അവസ്ഥയിൽ ഞാനിപ്പോ എത്തിയത് ഇപ്പോഴാണ്. അല്ലാണ്ട് റിസൾട്ട് വന്നതിന് ശേഷം അനലൈസ് ചെയ്തിട്ടാണ് ഈ വലിയ ഡയലോഗ് അടിക്കാൻ പറ്റില്ല. എല്ലാം റെട്രോസ്പെക്റ്റീവ് ആയിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഈ ഡയലോഗ് ഒക്കെ പറയുന്നത്. ആദ്യം ഫുൾ ഫോമോ, ഇതൊക്കെ ഇങ്ങനെയാണോ, ഈ ആദ്യം വരുന്ന ആൾക്കാർ എന്നെ കൊണ്ടുപോകും, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് തന്നെ മിക്കവാറും ഇത്ര റാങ്ക് പേരുണ്ടാവും, അപ്പൊ പിന്നെ ഞാൻ നോക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെ തോന്നി. പിന്നെയാണ് മനസ്സിലായി. ഒരുപാട് കാൽക്കുലേഷൻ ചെയ്ത് നോക്കല്ലേ ഈ എക്സാമിൽ, ഈ GT-ൽ ഇത്ര, ഇത് വെച്ച് കാലിക്കറ്റിൽ എക്സ്ട്രാപോളേറ്റ് ചെയ്ത അത്ര, അത് കേരളത്തിലേക്ക് ഓൾ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ സെന്റർ ഇവിടുന്ന് ഇത്ര റാങ്ക് വരാറുണ്ട്, അപ്പൊ ഇങ്ങനെ. പിന്നെ വേറെ പ്ലാറ്റ്ഫോമിൽ എന്തായാലും കേരളത്തിൽ ഇത്ര ടോപ്പേഴ്സ് ഉണ്ട്, 3-4 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും ആലോചിച്ച് നമ്മളിങ്ങനെ എപ്പോഴും റെസ്ട്രിക്ട് ചെയ്ത് വെക്കും. എല്ലാവർക്കും വേണ്ട ഒരു ഇഷ്യൂ എപ്പോഴും തോന്നി വാലിഡേഷൻ ഇഷ്യൂ ആണ്. അതായത് ഫസ്റ്റ് നമുക്ക് ഈ കണ്ടന്റ് വാലിഡ് ആണോ എന്നുള്ളത് എപ്പോഴും വേണം. അത് ഒരാളുടെ ചെക്ക് ചെയ്യണം, നോക്കണം, ഓൺലൈനിൽ കമ്പയർ ചെയ്ത് നോക്കണം, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുമോ കിട്ടൂല നോക്കണം. ഈ വാലിഡേഷൻ കഴിയാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ ഒരു സെൽഫ് വാലിഡേഷൻ ഉണ്ട്. അതായത് ഞാൻ മണ്ടനാണോ അല്ലേ, എനിക്ക് എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളൊരു സെൽഫ് വാലിഡേഷന് കൂടി കിട്ടണം. ഇത് രണ്ടും കൂടി കഴിഞ്ഞിട്ട് പഠിക്കാതിരിക്കാൻ സമയമില്ല എന്നുള്ളതാണ് കുറേ പേരുടെ പ്രശ്നം. എന്താണ് അതിന് എന്തോരം ഓർക്കം ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ അത്ര കാലമായിട്ട് ഒരു വഴി കണ്ടിട്ടില്ല. അതാണ് സംഭവം. ഇത് പെട്ടെന്ന് ഈ ഇഷ്യൂ പെട്ടെന്ന് സോൾവ് ചെയ്യുക, അടുത്തേക്ക് പോയി. ഞാൻ കണ്ടന്റ് വൈസ് എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. കാരണം ഞാൻ 2-3 പേരോട് ചോദിച്ചു. ഞാൻ സെക്കൻഡ് ബാച്ച് ആയിരുന്നു. ഫസ്റ്റ് ബാച്ചിൽ വന്ന ആൾക്കാരോട് ചോദിച്ചു എങ്ങനെയുണ്ട് സംഭവം, കൊള്ളാം, നീ വന്നോ, അതാ നല്ലത്, എന്തായാലും അത്രയും കിട്ടിയില്ല, ഇവിടെ വന്നിട്ട് കുറച്ചും കൂടി ശരിയായി കഴിഞ്ഞാൽ എന്തായാലും സെറ്റ് ആവും എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഞാൻ അപ്പൊ തന്നെ ഫോൺ വിളിച്ച് അഡ്മിഷൻ എടുത്ത് അപ്പൊ തന്നെ കയറി വന്ന്, നീറ്റ് കഴിഞ്ഞ് അപ്പൊ തന്നെ ഞാൻ ഇവിടെ അഡ്മിഷൻ എടുത്തു. അപ്പം വന്നപ്പം എനിക്ക് ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം നല്ലൊരു കണ്ടന്റിന്റെ വാലിഡേഷൻ ഇഷ്യൂ ഇങ്ങനെ വരൂലേ? അതായത് ഓക്കെ എന്നല്ലേ, ഉറപ്പല്ലേ എന്നുള്ളത് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ എല്ലാ ഇഷ്യൂസും വന്നിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ 1-2 മാസം ഇതെല്ലാം ഇഷ്യൂസ് ഒക്കെ വന്ന് അതൊക്കെ സോൾവ് ചെയ്ത് എനിക്ക് മനസ്സിലായി. കുറച്ച് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അത് പിന്നെ താനേ പോകേണ്ട ഒരു സംഭവമാണ്. അതിപ്പോ ആര് പറഞ്ഞാലും ആർക്കും പോകുന്ന ഒരു കാര്യമൊന്നുമല്ല. ഞാനിത് കഷ്ടപ്പെട്ട് മീറ്റിംഗ് ഇത് ഇങ്ങനെ വീണ്ടും പറഞ്ഞോണ്ടിരിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി അത് പറയാന്നുള്ളേ ഉള്ളൂ. അതിങ്ങനെ ആ പാത്തിലൂടെ പോയി സെൽഫ് കൺഫ്യൂഷൻ അടിച്ച് ആ വിഷമത്തിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തിറങ്ങിയാലേ അത് മനസ്സിലാവുള്ളൂ. അതെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു റെട്രോസ്പെക്റ്റീവ് അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് അന്നേ ഇത്രയും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നമുക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യണം. ലാസ്റ്റ് മീറ്റിംഗിൽ ഒരു ക്വിക്കായിട്ട് 4-5 ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് യു ഹാവ് ഡൺ, ഈ ഒരു റാങ്കിലേക്ക് എത്താൻ നിങ്ങൾക്ക് തോന്നുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് ചെയ്തു തോന്നുന്ന കാര്യം? എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഈ കൺസിസ്റ്റൻസി ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വേറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോഴും ഞാൻ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയി നിന്നിട്ടുണ്ട്. അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ല എന്നല്ല, പക്ഷെ ഒരു ആവറേജ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ മൊത്തത്തിൽ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയി നിന്നിട്ടുണ്ട്. ആവശ്യമില്ലാണ്ട് ഡൗൺ ആവാനോ ഇമോഷണൽ ആവാനൊന്നും പോയിട്ടില്ല. അപ്പൊ തന്നെ റിക്കവർ ആയി വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും തിരിച്ച് പഴയ പോലെ കയറിയിട്ടുണ്ട്. കാരണം എന്റെ പ്രൈമറി എയിം ഞാൻ നല്ല ഫോക്കസ്ഡ് ആയിട്ട് വെച്ചിട്ട് ഞാൻ ഒരു സ്റ്റിക്കി നോട്ടിലങ്ങ് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. എന്റെ ഐപാഡിന്റെ വാൾപേപ്പർ ഒരു കോളേജ് ആയിരുന്നു. റാങ്ക് ഉണ്ടായിരുന്നു എന്റെ കൂടെ? ഇല്ല, റാങ്ക് ഇല്ലായിരുന്നു. ഞാൻ എയിംസിന്റെ ഒരു വാൾപേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. കയറാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ജിപ്മറിലാണ് കയറാൻ ട്രൈ ചെയ്യുന്നത് അല്ലേ? അതൊരു സിംബോളിക് വെച്ചേ ഉള്ളൂ, തന്നെയെന്നല്ല. അതൊക്കെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യം. അതെ. ഓക്കെ, എന്തെങ്കിലും ചെയ്തത് വേണ്ടാന്ന് തോന്നിയൊരു കാര്യം, അതായത് ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് സീരിയസ്ലി, പക്ഷെ അത് വേണ്ടായിരുന്നു തോന്നിയത് കാര്യം? ഇപ്പം പറഞ്ഞ പോലെ തന്നെ കണ്ടന്റ് വാലിഡേഷൻ നോക്കിയിട്ട് ഞാൻ കുറച്ച് കാലം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സമയം കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം എന്റെ കൂടെയുള്ളവരെ കുറച്ചും കൂടെ മുന്നോട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഇങ്ങനെ വാലിഡേറ്റ് ചെയ്യാൻ ഉറപ്പിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കും. പിന്നെ ഒരു എക്സ്റ്റേണൽ സോഴ്സസിലേക്ക് പോവുക, കുറച്ചും കൂടെ ഷോർട്ട് കട്ട്, കുറച്ചും കൂടെ കൺസൈസ്, ഇങ്ങനത്തെ ഈ വാക്കുകളൊക്കെ ഭയങ്കര ഒരു റെവല്യൂഷണറി വാക്കുകളാണ്. എനിക്ക് കൺസൈസിന്റെ വരെ പറഞ്ഞുകൊണ്ട് പറയുന്നതാണ്. കൺസൈസ് ആവാം, ഒരു പെർട്ടിക്കുലർ ലെവലിലേക്ക് എത്തിയിട്ട് ആളുകൾക്ക് കൺസൈസ് ഡാറ്റ കിട്ടുമ്പോൾ ഓക്കെ. ബട്ട് നമ്മൾ പ്രിപ്പയർഡ് ആവാതെ തന്നെ നമുക്ക് കൺസൈസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പിന്നെ അവിടെ ഒന്നും ഇല്ല. നമ്മൾ ആ ഒരു സ്റ്റേജസിലൂടെ കടന്നു പോയി കൺസൈസ് ആവുന്നതാണ് നല്ലത്. അല്ല ആദ്യം തന്നെ കൺസൈസ് ആയത് കാരണം നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തേക്കാം. അത് ഒരു ബിഗ് മെസ്സേജ്. പിന്നെ നിങ്ങൾ GT സ്കോർ എഴുതിയ GT എഴുതുന്നതിന്റെ കഥ പറഞ്ഞിട്ടില്ല, അതുകൂടി പറഞ്ഞിട്ട് ഇത് പറയാം. GT
ആദ്യം മീറ്റിംഗിൽ പറഞ്ഞായിരുന്നു 2 വീക്കിൽ ഒരു GT കൊടുക്കണം എന്ന്. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ അത്രയൊന്നും എത്തിയിട്ടില്ല. ഫസ്റ്റ് 1 മാസത്തിൽ ഒരു GT, ആദ്യത്തെ 2 മാസം 2 GT കൊടുത്തു. പിന്നെ ഞാൻ 2 വീക്ക്ലി GT കൊടുക്കാൻ തുടങ്ങി. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിന്റെ ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തെ GT എന്തായാലും കുറച്ച് വിഷമാകുന്ന ഒരു അറൌണ്ട് 100 ബിലോ 100 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒന്ന് എബവ് 100 ആയി. പെട്ടെന്ന് ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഒരു പെട്ടെന്ന് 110 ഒക്കെ ആയി. പിന്നെ ഒരു 120. അത് കുറെ കാലം നീങ്ങുന്നില്ല. പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പം ഒരു 120 130 എത്തി. പിന്നെ ഒരു ഫസ്റ്റ് റീഡ് ഒക്കെ കഴിഞ്ഞപ്പോ ആ ഒരു 130 അങ്ങ് നിന്നു. പിന്നെ ഞാൻ TND സെഷൻ സോൾവ് ചെയ്തു മൊത്തത്തില്. അപ്പൊ ഒരു ഫുൾ വെറുതെ ഒരു റിവിഷൻ ചെയ്ത പോലെ തന്നെയായി. കാരണം എല്ലാ ഏരിയയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എനിക്ക് ഓർമ്മയില്ലാത്ത അതൊക്കെ ഒന്നാണല്ലേ. അങ്ങനെ ഞാൻ അടുത്ത ലെവലിലേക്ക് എത്തി, ഒരു 140 അവിടെ. പിന്നെ ലാസ്റ്റ് 2 റൗണ്ട് റിവിഷൻ കൂടെ കഴിഞ്ഞപ്പം ലാസ്റ്റ് മോക്കില് 150. അതാണ് ലാസ്റ്റ് 151. ഇതിനെത്ര ഐനസിറ്റിക്ക് എത്ര ഉണ്ടായിരുന്നു? കറക്റ്റ് 155. അപ്പോൾ ആ റേഞ്ചിലേക്ക് തന്നെ അവസാനം ഫൈനൽ എത്തിയാണ്. അതിൽ ആരും കൺഫ്യൂസ്ഡ് ആവണ്ട. TND എന്ന് പറഞ്ഞത് കാരണം TND എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് അതിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കൺസൈസ്ഡ് ആൻഡ് എക്സ്ട്രാ സോൾവിങ്ങിലേക്ക് ആ ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ എത്തണം അല്ലേ. 150ലേക്ക് എത്തി അതിലേക്ക് നോക്കുമ്പോഴാണ് കാണുന്നത്. ചില ആളുകൾ 150ലേക്ക് എത്താൻ വേണ്ടി ആദ്യം തന്നെ 110 120 TND ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോസസ് ആയിട്ട് അങ്ങ് പോകണം. ആദ്യം ഒരു റീഡ് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് റീഡിലാണ് ഞാൻ TND. ഫസ്റ്റ് ഒരു റീഡ് ഞാൻ ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ ആയിട്ട് സോൾവ് ചെയ്തു, അതിന്റെ കുറച്ച് പാഠങ്ങളുടെ അങ്ങനത്തെ ഒക്കെ. ഓക്കെ. പിന്നെ സെക്കൻഡ് റൗണ്ട് ആയപ്പോൾ TND സോൾവ് ചെയ്തു. തേർഡ് റൗണ്ട് ആയപ്പം സോ ദ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് ഈ 110 റേഞ്ചോ അല്ലെങ്കിൽ 130 റേഞ്ചിലുള്ള ഒരു ടീം അല്ലെങ്കിൽ 150 റേഞ്ചുള്ള ഈ 3 പേർക്കും നീറ്റിലേക്ക് ഇനിയുള്ള സമയം 70-80 ഡേയ്സ്. എക്സാക്ട്ലി എത്ര ദിവസം എനിക്ക് അറിഞ്ഞൂടാ. 3 മാസം. എനിക്കങ്ങനെ 3 മാസം. എന്ത് ഉപദേശം എന്നല്ല, എന്ത് സജഷൻ കൊടുക്കും? സജഷൻ സമയം ഉണ്ട് ഇപ്പൊ. അതായത് ഒന്നും പ്രിപ്പയർ ചെയ്യാത്തവർക്കല്ല, ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഒരു റൗണ്ട് റിവിഷനും ക്ലാസ് ഒക്കെ കഴിഞ്ഞവർക്ക് അത്യാവശ്യം സമയമുണ്ട്. ഇപ്പം അവരവരുടെ ആ റേഞ്ചിൽ നിന്ന് അത് മുന്നോട്ടേക്കുള്ള പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് എനിക്ക് എക്സാക്ട്ലി അതാണ് പോയിന്റ്. ഓരോ റേഞ്ചിലുള്ള ആളുകൾ അതേ റേഞ്ചിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പിക്ക് ചെയ്ത് മുന്നോട്ട്. അതെ, വേറൊരാളെ കണ്ട് ഞാൻ അങ്ങനെ വേറെ കമ്പയർ ഒന്നും ചെയ്തു. ഞാൻ സെൽഫ് കമ്പാരിസൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല സ്കോർ ഒന്നും, എക്സെപ്റ്റ് 1-2 ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്ത് മാത്രം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ആ ഒരു റേഞ്ചിൽ ഉണ്ടായപ്പോ ഞാനൊരു TND സെഷൻ സോൾവ് ചെയ്തപ്പോൾ ഒന്ന് കയറി. പിന്നെ 2-3 കൺസൈസ് നോട്ട്സ് ഒക്കെ ഞാൻ ചെറിയ നോട്ട്സ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് 20th ബുക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറിയ വോളറ്റൈൽ പോയിന്റ്സ് മാത്രം എഴുതി വെച്ച് അത് റിവൈസ് ചെയ്ത് GTക്ക് മുന്നേ ഇരുന്ന് വായിക്കുക. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ തന്നെ മനസ്സിലാക്കിയത് എങ്ങനെയാണ് കയറുന്നതെന്നുള്ളത്. അപ്പൊ പിന്നെ അങ്ങനെ കയറി പോയി. സ്വന്തമായി തന്നെ മനസ്സിലാക്കി തുടങ്ങണം. ആ മനസ്സിലാക്കുന്നതിന്റെ കാര്യം മനസ്സിലാക്കുന്നത് ഒരു മീറ്റിംഗ് എന്നോ ഒരു ഇന്റർവ്യൂ എന്നോ ഒക്കെ കംപ്ലീറ്റ്ലി കൺക്ലൂഷൻ തന്നെ അല്ല. നമ്മളിങ്ങനെ പാത്ത് വേയിലൂടെ പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഡെവലപ്പ് ചെയ്ത ഫീലിംഗ് ആണ്. നല്ലതാണ്. ഓക്കെ ഒരു വണ്ടർഫുൾ റാങ്ക് വാങ്ങിച്ചു. ഓൾ ദി വെരി വിഷസ്. ഇഷ്ടപ്പെട്ട സ്പെഷ്യാലിറ്റി ജിപ്മറിലോ എയിംസിലോ തന്നെ കിട്ടാൻ ഹെൽപ്ഫുൾ ആവട്ടെ. ആൻഡ് മോർ ഓവർ എന്താ പറയുക, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി സ്വപ്നം കണ്ടാണ് മുന്നോട്ട് പോയത്. മെഡിസിൻ കഴിയുമ്പോഴേക്ക് അതൊക്കെ എടുത്ത് ഉഷാറായി പോകാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു.